എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം തുടങ്ങി അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ അനവധി സത്യങ്ങളെ, വെളിപ്പാടുകളെ അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയ്ക്കും ദൈവസഭകൾക്കും കൈമാറ്റം ചെയ്ത് ഏറ്റവും ഒടുവിൽ എഫേസ്യർ 6:10 വരുമ്പോൾ ഫൈനലി എന്നാണ് അവിടെ തുടങ്ങുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇവിടെ ഈ സമൂഹത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ഫൈനലി എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ റൗണ്ട് അല്ല. ഫൈനൽ എന്ന് പറയുന്നത് പല റൗണ്ടുകൾ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ, ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിൽ വരുമ്പോഴാണ് ഫൈനൽ ആകുന്നത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച്, എൻഡ് ടൈമിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യർ 6:10 എഴുതിയിരിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവസഭ, ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവജനം തിരിച്ചറിയേണ്ടത്, അന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയോട് ഫൈനലി, ഒടുവിൽ എന്ന് രേഖപ്പെടുത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമായിരുന്നു, ഫൈനൽ ഡേയ്സ് ആയിരുന്നു എന്ന് അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നു. അവർ കൂടി വരുമ്പോഴും അവർ പിരിഞ്ഞു പോകുമ്പോഴുമെല്ലാം പരസ്പരം അവർ സ്നേഹ ചുംബനങ്ങൾ അപ്പോസ്തലന്മാർ തമ്മിൽ കൊടുത്തുകൊണ്ട് മാറാനാഥ എന്നവർ പറയുമായിരുന്നു. ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അപ്പോസ്തലനായ പത്രോസിന്റെ കാലഘട്ടത്തിലാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും പ്രവർത്തിച്ചതും സ്വർഗാരോഹണം ചെയ്തതും. എന്നാൽ അതേ പത്രോസിന്റെ കാലഘട്ടത്തിൽ പത്രോസ് അപ്പോസ്തലൻ വിശ്വസിച്ചിരുന്നു പത്രോസ് ജീവിക്കുന്ന കാലമാണ് അന്ത്യകാലമെന്ന്. ഒന്നുകൂടെ പറയാം, പത്രോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. ഞാൻ വേഗം മടങ്ങി വരും എന്ന ആ ദൈവിക വാഗ്ദത്തം വിളംബരം ചെയ്തത് ദൂതന്റെ പ്രത്യക്ഷതയാൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന ദൂതന്മാരുടെ ശബ്ദവും കേട്ടയാളാണ് അപ്പോസ്തലനായ പത്രോസ്. പക്ഷെ ആ പത്രോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പത്രോസ് വിശ്വസിച്ചിരുന്നു പത്രോസ് ജീവിക്കുന്ന കാലമാണ് അന്ത്യകാലമെന്ന്. ഒരു ഉദാഹരണം അതിന് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേളിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മുകളിൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ ചുറ്റുമുള്ള പള്ളിക്കാരും നാട്ടുകാരും മതപുരോഹിതന്മാരും ഓടിക്കൂടിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് ആ കൂടി വന്ന സമൂഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ്. എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഇതാരാണ് പ്രസംഗിച്ചത്? ഇതാരാണ് പ്രസംഗിച്ചത്? പത്രോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ഇത് എപ്പോഴാണ് പ്രസംഗിച്ചത്? പരിശുദ്ധാത്മാവ് ശിഷ്യഗണങ്ങളുടെ മേളിൽ വന്നിറങ്ങിയ ആ ദിവസം. എന്താ പത്രോസ് പ്രസംഗിച്ചത്? നിങ്ങൾ ഈ, അപ്പോൾ ഒത്തിരി പരിഹാസികൾ അവിടെ വന്ന് പരിഹസിച്ചു. അവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും എന്തെന്നാൽ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും
എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ പത്രോസ് നിന്നിരുന്ന കാലം, പത്രോസ് ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമായിരുന്നു എന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു. യെസ്, ആമേൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? ആമേൻ, ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു തന്റെ വരവിന് മുൻപായി, തന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുൻപായി, തന്റെ മടങ്ങി വരവിന് മുൻപായി പറഞ്ഞിരുന്ന ഒട്ടനവധി വാഗ്ദത്വങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊന്നും ആ വാഗ്ദത്വങ്ങൾ പത്രോസിന്റെ കണ്ണുകൊണ്ട് കാണാൻ പലതും പത്രോസിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ 2024 ഏറ്റവും ഒടുവിലത്തെ മാസത്തിൽ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും കർത്താവിന്റെ വരവിനുള്ള മുഴുവൻ ലക്ഷണങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നവരും കേൾക്കുന്നവരുമാണ്. ദൈവവചനം വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ താൻ അവസാനത്തെ നിമിഷങ്ങളിലേക്ക്, അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കാഹളം ധ്വനിക്കും. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരും. ഭൂമിയിൽ നിന്ന് ദൈവസഭ, തന്റെ മണവാട്ടിയാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ, ദൈവിക ആമേൻ പ്രോമിസിന്റെ അവസാനത്തെ മിനിറ്റുകളിലേക്ക്, അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ദൈവസഭ വന്നിരിക്കുകയാണ്. ശരിക്കും ഈ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ ഫൈനലി ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ കീറുകൃത്യമാണ്. ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഇത് ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭകളോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. കാരണം ഇത് എഴുതിയ പൗലോസും ഇത് പ്രസംഗിച്ച അഭിഷിക്തന്മാരും ഇത് വിളംബരം ചെയ്ത സഭയും എത്തി നിൽക്കാത്ത ദൈവീകമായ വാഗ്ദത്വത്തിന്റെ, യേശുവിന്റെ മടങ്ങി വരവിന്റെ ഒരു ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നവരാണ് ഇതിനകത്ത്. ഞാനും നിങ്ങളും. Thank you, Jesus. അതുകൊണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ, ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇത് വെറുതെ ഇരിക്കാനുള്ള സമയമല്ല. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 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 എന്താണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പൗലോസ് പറഞ്ഞത്? കാരണം ഇത് എൻഡ് ടൈമാണ്, ഇത് അന്ത്യകാലമാണ്. യേശു പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് 2-3 തവണ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിച്ച, അല്പമൊക്കെ പഠിച്ച, ദൈവം തന്ന ആലോചന നോട്ടിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്ന് എടുത്ത് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. യേശുവിന്റെ മടങ്ങി വരവിന് മുൻപ് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ, പ്രോമിസുകളിൽ ഇനി എന്താണ് നടക്കാനുള്ളത് എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. അതിലിനി നടക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം ആകുമ്പോൾ എൻ്റെ വരവാകും. അതും വളരെ ഫാസ്റ്റായി, വളരെ വേഗത്തിൽ, വിവിധ മാധ്യമങ്ങളിലൂടെ ഭയങ്കരമായ നിലയിൽ ഈ സുവിശേഷം പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വാത്സല്യ ദൈവജനമേ, നമ്മൾ അലേർട്ട് ആയിരിക്കണ്ടേ? നമ്മൾ പ്രിപ്പയർഡ് ഒന്നുകൂടെ പറയാം. ഈ ഭൂമിയെ, ഈ ഭൂഗോളത്തെ
ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ ചിന്തയിൽ ഒരു ക്ലാസ് മുറി പോലെയാണ്, ഒരു ക്ലാസ് റൂം പോലെയാണ്. സ്കൂളിൽ പോയിട്ടുള്ളവരാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും. ഒരു ക്ലാസ് റൂമിന്റെ പ്രത്യേകത എന്താണ്? 9 മണി മുതൽ 10 മണി വരെ ഒരു പീരീഡ്. ആ പീരീഡിൽ പഠിപ്പിക്കാൻ വരുന്നത് ഇംഗ്ലീഷ് സാറായിരിക്കും, അല്ലെങ്കിൽ മലയാളം സാറായിരിക്കും. 10 മണി മുതൽ 11 മണി വരെ അടുത്ത പീരീഡ്, അതിൽ പഠിപ്പിക്കാൻ വരുന്നത് ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളായിരിക്കും. ഓരോ പീരീഡുകൾ കഴിയും തോറും ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഓരോ പീരീഡുകൾ കഴിയും തോറും ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഓരോ പീരീഡുകൾ കഴിയും തോറും സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2024 ഒടുവിലത്തെ മാസത്തിന്റെ മധ്യപകുതിയിൽ നിൽക്കുന്ന ജനത്തോട്, സഭയോട് കർത്താവിനെ അറിയിക്കാനുള്ള സത്യം, ഇപ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വന്നിരിക്കുന്നത് മറ്റേതോ ഒരു സ്ഥലത്ത് നിന്നാണ്. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന്. ക്ലാസ്സിലിരുന്ന് പഠിച്ച്, ക്ലാസ്സിലിരുന്ന് കഴിച്ച്, ക്ലാസ്സിൽ തന്നെ കിടന്നുറങ്ങി, അവിടെ തന്നെ രാവിലെ ഒരുങ്ങി പിന്നെയും പഠിക്കാനിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മറ്റെവിടുന്നോ വന്ന് ക്ലാസ് കഴിയുമ്പോൾ മറ്റെവിടേക്കോ പോകുന്നവരാണ് നമ്മൾ. ഉറപ്പാണോ? ഉറപ്പാണോ? ഇനി ഈ ക്ലാസ് മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഒരു ലാസ്റ്റ് പീരീഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡ് ഏതാണ്? ലാസ്റ്റ് പീരീഡ് ആണ്. ഹല്ലേലൂയ. ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവനറിയാം, 3:30 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ സ്കൂൾ വിടും. അപ്പോ ഭവനമുണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ ആ ക്രമീകരണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എവിടെ പോണം? ഉറക്കപ്പറ. അവസാനത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നവന്റെ ആഗ്രഹം പിന്നെ എങ്ങോട്ട് പോകണമെന്നാ? വീട്ടിൽ പോണം. വീട്ടിൽ പോയിട്ട് അപ്പനും അമ്മയും എന്തെങ്കിലും ചുട്ടോ പൊരിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിക്കണം. പിടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചായ കുടിക്കണം, വെളിയിൽ പോയി ഒന്ന് ആഹാരം കഴിക്കണം, ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കാൻ പോകണം. അപ്പോൾ ഫ്രീ ആകുകയാണ്. ഈ ലാസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ഈ അവസാനത്തെ പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാത് എപ്പോഴും കൂട്ടമണി അടിക്കുന്നതിന്റെ ആ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥി എന്ത് ചെയ്യും? ബാഗ് എടുക്കും, നോട്ട്ബുക്ക് എടുക്കും, ഇതെല്ലാം അതിനകത്ത് കയറ്റി വെക്കും, വാട്ടർ ബോട്ടിൽ കയറ്റി വെക്കും, കുടയെടുത്ത് കയറ്റി വെക്കും. കാരണം എന്നാ? അവൻ വീട്ടിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ഒരു ലാസ്റ്റ് പീരീഡിലാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഫൈനലി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പോൾ ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.